പത്രോസ് പറയുക, നാഥാ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടൊന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് വലയിറക്കാം. അവൻ ആ വലയെടുത്തുകൊണ്ട് ആ കടലിലേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, അവൻ പഠിപ്പിച്ചവരോടുണ്ടാകും. വലിയ മീൻപിടുത്തക്കാരനാ. എന്താ, രാത്രി മാത്രമേ നമുക്ക് മീൻ ലഭിക്കുകയുള്ളൂ, പകൽ ലഭിക്കില്ല. അതുകൊണ്ട് സൂര്യാസ്തമനത്തിൽ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് നമുക്ക് വല വീശണം. അങ്ങനെ അവൻ പഠിപ്പിച്ചുള്ളവരുണ്ട്, അവനെ പഠിപ്പിച്ചുള്ള ആളുകളുണ്ട്. നീ എന്ത് ചെയ്യണം? സൂര്യാസ്തമനം മാത്രമേ ഇവിടെ മീൻ കിട്ടുള്ളൂ എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഈ പഠിപ്പിച്ചവരും ഒരു വലിയ പുരുഷാരവും അവനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ യേശുവിൻ്റെ വാക്ക് കേട്ട്, യേശുവിൻ്റെ ശബ്ദം കേട്ട് ആ വലയായിട്ട് കടലിലിട്ട് ഇറങ്ങുകയാണ്. ഹല്ലേലൂയ. ആരും നിന്ദിക്കുമെന്നോ, ആരും പരിഹസിക്കുമെന്നോ, ആരിവന്റെ ജ്ഞാനത്തെ ചോദ്യം ചെയ്യുമെന്നോ അവൻ ഓർത്തില്ല. പിന്നെ എന്ത് കേട്ടു? യേശുവിന്റെ ശബ്ദം കേട്ട് ആ കടലിലേക്ക് ഇറങ്ങി ആഴത്തിലേക്ക് നോക്കി വല വീശി. ഹല്ലേലൂയ. അവിടെ നിന്ന് പെരുത്തൊരു മീൻകൂട്ടം, ഹല്ലേലൂയ, പെരുത്തൊരു മീൻകൂട്ടം അവന്റെ വലയിലായി. ഹല്ലേലൂയ. യേശുവിന്റെ ശബ്ദം കെട്ടിറങ്ങിയവൻ തൻ്റെ ജ്ഞാനത്തെയോ തൻ്റെ പരിജ്ഞാനത്തെയോ തന്നെ പഠിപ്പിച്ചവരെയോ താൻ പഠിപ്പിച്ചവരെയോ നോക്കിയില്ല, യേശുവിന്റെ വാക്കിലേക്ക് മാത്രം നോക്കി. ഹല്ലേലൂയ. ശീമോൻ പത്രോസ് അത് കണ്ടു. എന്ത് കണ്ടു? പെരുത്ത മീൻകൂട്ടത്തെ ശീമോൻ പത്രോസ് കണ്ടു. എന്നാൽ ആ മീൻകൂട്ടത്തിലേക്കല്ല അവൻ ഓടിച്ചെന്നത്, പിന്നെ എവിടെയോ യേശുവിന്റെ കാൽക്കലേക്ക് അവൻ ഓടിച്ചെന്നു. ഹല്ലേലൂയ. യേശുവിന്റെ ശബ്ദം കേൾക്കുന്നവൻ ആ മീൻകൂട്ടത്തിലേക്കോ സമ്പത്തിലേക്കോ തന്റെ ആഗ്രഹത്തിലേക്കല്ല ഓടിച്ചത്, പിന്നെ എങ്ങാടാ? യേശുവിന്റെ കാൽക്കലേക്ക് വീണു. എന്നിട്ട് അവൻ പറയുക, ഞാൻ പാപിയായൊരു മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടുപോകണമേ, എനിക്ക് നിന്റെ മുമ്പിൽ നിൽക്കുവാൻ പോലും ഒരു യോഗ്യതയുമില്ല, ഞാനൊരു പാപിയായ മനുഷ്യൻ. യേശുവിന്റെ ശബ്ദം കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ആദ്യത്തെ കാര്യം, പാപബോധം നമ്മൾ വരും. നമ്മൾ എങ്ങനെയുള്ളവനാ, നമ്മൾ ആരാണ് എന്നുള്ള യഥാർത്ഥ ബോധ്യം ഉണ്ടാകുന്നത് അവന്റെ വചനം കേട്ട് നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കുമ്പോഴാണ്. ഹല്ലേലൂയ. ഇന്ന് ഈ ലോകം നമ്മളെ മാടി വിളിക്കുമ്പോൾ, ലോകത്തിലെ മോഹങ്ങൾ സമ്പത്ത് മാടി വിളിക്കുമ്പോൾ, ഹല്ലേലൂയ, അങ്ങാട് പോലെ ഒരു ആകർഷണം എല്ലാ മനുഷ്യർക്കും ഉണ്ടെങ്കിലും നോക്കുക, യേശുവിന്റെ ശബ്ദം കേട്ടാൽ, ഹല്ലേലൂയ, അതുപേക്ഷിച്ച് ആ നിത്യതയ്ക്ക് വേണ്ടി ജീവിക്കുവാൻ ദൈവം നമ്മളെ പ്രാപ്തരാക്കി മാറ്റും.